മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മല്ലപ്പള്ളി നെല്ലിമുട് ശാലോം കാരുണ്യ ഭവനിലെ അന്തേവാസികളെ മല്ലപ്പള്ളിക്കാർ അല്ലാതെ മറ്റാര് സംരക്ഷിക്കും? ഇവിടുത്തെ ഒരു രോഗിയുടെ ഒരു മാസത്തെ ചിലവായ 3000 രൂപ നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് അത് കഴിയും. നമ്മുടെ കുടുംബത്തിൽ ഇത്തരം രോഗികൾ പിറക്കാതിരുന്നത് ദൈവം ചെയ്ത നന്മയാണ്. അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 250-ൽ പരം മാനസിക രോഗികളെ പാർപ്പിക്കുന്ന മല്ലപ്പള്ളി ശാലോം കാരുണ്യ ഭവനിലെ അന്തേവാസികളാണ് സമൂഹത്തിൻ്റെ കരുതൽ കുറഞ്ഞ കാരണം ജീവിതം കഴിച്ചുകൂട്ടാൻ ബുദ്ധിമുട്ടുന്നത്. മുൻകാലങ്ങളിൽ ഇവരെ സഹായിക്കുവാൻ മല്ലപ്പള്ളി ദേശക്കാർ ഒന്നിച്ചു നിന്നിരുന്നു. വിവാഹമായാലും മറ്റാഘോഷമായാലും മല്ലപ്പള്ളിക്കാർ ഈ ആഘോഷങ്ങളുടെ ഒരു വിഹിതം കാരുണ്യ ഭവനിൽ എത്തിക്കുമായിരുന്നു. ഇതുകൂടാതെ മല്ലപ്പള്ളി താലൂക്കിലെ പ്രവാസികൾ തങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം കാരുണ്യ ഭവനിൽ എത്തിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരും കാരുണ്യ ഭവനെ തിരിഞ്ഞു നോക്കാതെയായി. മല്ലപ്പള്ളി താലൂക്കിലെയും സമീപ താലൂക്കിലെയും സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് സഹായവും ഭക്ഷണ സാധനങ്ങളും പൊതിച്ചോറും എത്തിച്ചു നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്കൂൾ അധികാരികളും ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ കൈവിട്ടു. സ്കൂൾ അധികാരികൾ തീരുമാനിച്ചാൽ പഠിത്തമുള്ള ദിവസങ്ങളിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണ പൊതിക്കൊപ്പം ഒരു പൊതി കൂടി കൊണ്ടുവന്നാൽ കാരുണ്യ ഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണമെങ്കിലും നൽകുവാൻ സാധിക്കും. ഈ സഹോദരങ്ങൾക്ക് മരുന്നിനും ഭക്ഷണത്തിനുമായി ചിലവഴിച്ച വൻതുക കടമായി കിടക്കുകയാണെന്നും അതിനാൽ ഈ സഹോദരങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നും കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചൊറിയൻ ആവശ്യപ്പെട്ടു. മല്ലപ്പള്ളി ശാലോം കാരുണ്യ ഭവൻ മാനസിക രോഗികളെ നോക്കുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ഞാൻ. ഇവിടെ കാരുണ്യ ഭവനിൽ 250 പേരോളം ഉണ്ട്. ഇവരുടെ ഒരു ദിവസത്തെ മരുന്നിനും ആഹാരത്തിനും കൂടെ തന്നെ 50,000 രൂപയോളം ചെലവിന് വേണം. നേരത്തെയുള്ള കാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ നടന്നു പോകുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒത്തിരി ഭാരപ്പെടുകയാണ്. മരുന്ന് കമ്പനിക്കാർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിട്ട് ഒരു 3-4 വർഷമായി. പക്ഷേ എന്നെയും കൊണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഇങ്ങോട്ട് വന്നിട്ട് അത് 15 എന്നുള്ള 20 ലക്ഷമായി കിടക്കുക. മരുന്ന് കമ്പനിക്കാർ ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയും ഞങ്ങളിതിനെ തിരികെല്ലാം നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അവരും തരുന്നുണ്ട്. അവരും ഇതിനകത്ത് വന്നെങ്കിൽ പെട്ടുപോയി കിടക്കുക. പിന്നെ മരുന്നില്ലാതെ ഒരു ദിവസം പോലും ഇവരെ മുന്നോട്ട് പിടിച്ചു നിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. തെരുവിൽ കിടക്കുന്ന ക്യാൻസർ രോഗികളും ക്യാൻസറായിട്ട് കിട്ടിയ ഒരു മകനെയും കൊണ്ടൊക്കെ ഇപ്പോഴും ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിലും ഇങ്ങനെയൊക്കെ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നല്ലൊരു പൈസ ചിലവിന് വേണം. അതുപോലെ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെല്ലാം പൈസ ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മല്ലപ്പള്ളിയിലുള്ളവരൊക്കെ നിങ്ങൾ തന്നതുകൊണ്ടും സഹായിച്ചതുകൊണ്ടുമാണ് ഈ ഭവനം ഇന്നും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിക്കണം. ഒരു മകനെ ഒന്ന് സ്പോൺസർ ചെയ്ത് തന്നാലേ, ഒരു മകൻ ഒരു 3000 രൂപ വെച്ച് എനിക്ക് തന്നാലേ ഇത്രയും പേരെ നല്ല ഭംഗിയായിട്ട് മല്ലപ്പള്ളി പ്രദേശത്ത് ഇമാരും അങ്ങ് ജീവിച്ചു പൊക്കോളും. അവരും മനുഷ്യരാണ്. അവർക്കും ചോരയും നീരും വേദനയും പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. അവർക്കും നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നേർവഴിക്കാക്കാൻ നമുക്ക് ശ്രമിക്കാം. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഈ സഹോദരങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെ ഒരാൾ പിറന്നാൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടും ഒപ്പം മാനസികമായി നമ്മൾ തകരില്ലേ? അതിനാൽ ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാം. ഇവിടുത്തെ ഫോൺ നമ്പർ 9656574832. ഈ നമ്പറിൽ വിളിക്കുക. ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ സഹായിക്കുക.